ഒരു +2 കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പല ഓപ്ഷൻ, കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാൻ നല്ലൊരു ജോലി കിട്ടുന്ന ഏത് കോഴ്സിൽ ചേർന്നാൽ അങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഒക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എഡ്യൂസോഴ്സ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോകുമ്പം കൊല്ലം മാടനടയിൽ ഒരു 100 മീറ്റർ വരുമ്പോഴത്തേക്ക് ഉണ്ണുണ്ണി മോട്ടോഴ്സിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം. മിനിമം ക്വാളിഫിക്കേഷനിൽ നിന്നും നമുക്കൊരു തൊഴിൽ കണ്ടെത്തി ജീവിത വിജയം കണ്ടെത്താൻ കഴിയുന്ന ഒരു സംരംഭമാണ് ഇത്. കേന്ദ്ര സർക്കാർ സംരംഭമായ യൂത്ത് എംപ്ലോയബിലിറ്റി സ്കിൽ ട്രെയിനിങ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിൽ കഴിഞ്ഞ 7 വർഷമായി കൊല്ലം ജില്ലയിൽ മാടനടയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ നിന്നും പഠിച്ച് പുറത്തിറങ്ങി അവരൊക്കെ തന്നെ വിവിധ മേഖലകളിൽ ജീവിത വിജയം കൈവരിച്ചു. ഇപ്പോഴ് ഞങ്ങളിപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ +2 കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം, അതുപോലെ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, പിന്നെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിഗ്രി കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് തുടങ്ങിയ കോഴ്സുകളാണ് കൊടുക്കുന്നത്. നല്ല ഒരു പഠന അന്തരീക്ഷവും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പറ്റം അധ്യാപകരും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റുമാണ് ഈ സ്ഥാപനത്തിൻ്റെ മുതൽക്കൂട്ട്. നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇൻറ്റേൺഷിപ്പ് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിയുന്നതോടുകൂടി അവർ ജോബിന് വെൽ പ്രിപ്പയർഡ് ആവുകയാണ്. നല്ലൊരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ +2 കഴിഞ്ഞവർക്കാണെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ വരുന്ന ഒരു കോഴ്സാണ്. ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹോസ്പിറ്റൽസിലും അതുപോലെ ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സിലും അങ്ങനെയല്ലാത്ത ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സ്ഥലത്താണെങ്കിലും അവർക്ക് ജോലി കിട്ടുന്നതാണ്. പല ജോബ് റോൾസ് അവർക്ക് ചെയ്യാൻ പറ്റും. ഒരു മെഡിക്കൽ റെക്കോർഡ് എക്സിക്യൂട്ടീവായിട്ട്, പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട്, അതുപോലെ OPD അസിസ്റ്റൻ്റായിട്ട് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. വാർഡ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, അതൊരു ബേസിക് ലെവലാണ്. ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവായിട്ട് അങ്ങനെ പല ജോബ് റോൾസിൽ അവർക്ക് അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വഴി. നമ്മുടെ ഒരു കോഴ്സിൻ്റെ ഒരു കരിക്കുലം വരുന്നത് തന്നെ നമ്മളൊരു 6 to 7 months ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്കത് അവൈലബിൾ ആണ്. നമ്മൾ സ്റ്റുഡൻസിൻ്റെ റെഗുലർ ടീച്ചിങ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, അവരൊരു പ്രൊഫഷണൽസ് ആക്കി ഇറക്കാൻ വേണ്ട രീതിയിലുള്ള പല കാര്യങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഏതൊരു ഓർഗനൈസേഷനിൽ നോക്കിയാലും അവിടുത്തെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അതെ, തീർച്ചയായിട്ടും. അതായത് അവിടുത്തെ എംപ്ലോയീസ്. അപ്പോൾ ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏറ്റവും കാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ ഹയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അവരുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകളെ പ്രൊഫഷണലായിട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും എലിജിബിലിറ്റി വരുന്നതാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കോഴ്സ് പഠിക്കുക എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ഏതെങ്കിലും ഒരു ഡിഗ്രി, ഏത് ഡിഗ്രി മാൻഡേറ്ററി ആണ്. അത് ഏത് ഡിഗ്രി ആണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. 6 months കോഴ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഈ മോണ്ടിസോറി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു പുതിയ ഒരു മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് രീതിയാണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. മോണ്ടിസോറി എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ മോണ്ടിസോറി അപ്പാരറ്റേഴ്സ് വെച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചേഴ്സ് ന്യൂ ട്രെയിനിങ് മെത്തേഡാണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. ഇതിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഏത് സ്ട്രീം ആണെങ്കിലും, സയൻസ് സ്ട്രീം ആണെങ്കിലും നോൺ സയൻസ് സ്ട്രീം ആണെങ്കിലും ഏത് സ്ട്രീം ആണെങ്കിലും നമുക്കിപ്പോൾ ഈ കോഴ്സ് പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. ഇത് 6 months കോഴ്സാണ്. ഓൺലൈൻ ത്രൂ ആണ് ക്ലാസ്സസ് വരുന്നത്. ബാംബിനോ കിഡ്സ് വേൾഡ് എന്ന് പറയുന്ന സ്കൂളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോഴ്സസ് എടുക്കുന്നത്. ഇതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ കരുനാഗപ്പള്ളിയിൽ തന്നെ നമ്മുടെ ഈ ബാംബിനോ കിഡ്സ് വേൾഡിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻസ് അവർ എടുത്തു കൊടുക്കുന്നുണ്ട്. ഡിപ്ലോമ ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം എന്നാണ് കോഴ്സിന്റെ പേര്. അപ്പോൾ അതിന് വേണ്ടുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 ആണ്. അപ്പം +2 ഏത് സ്ട്രീം ആയാലും കുഴപ്പമില്ല. അങ്ങനെ വരുന്ന പിള്ളേർക്ക് ഈ കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 6 months തിയറിയും 6 months ഇന്റേൺഷിപ്പോട് കൂടിയുള്ളൊരു കോഴ്സാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടി ഈ പറഞ്ഞുകൊണ്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ട്രാവൽ ആൻഡ് ടൂറിസത്തിൽ. വെളിയിൽ നിന്നുള്ള ഫാക്കൽറ്റീസും ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ഉള്ള ആൾക്കാർ പറയുമ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കൊല്ലത്തേക്ക് പോകുമ്പോൾ മാടനട, ആ ഹൈവേയിൽ ആലൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് മാടനട. അവിടുന്ന് ഒരു 100 മീറ്റർ വരുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ണുണ്ണിയുടെ ബൈക്ക് ഷോപ്പ് കാണാം, ബുള്ളറ്റിന്റെ സെയിൽസ് ഷോപ്പ് കാണാം. അതിന് ഓപ്പോസിറ്റ് ആണ് മിനർവ കോംപ്ലക്സ്. ഇവിടെയാണ് എഡ്യൂസോഴ്സ് പ്രവർത്തിക്കുന്നത്.